ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബോയ് ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് 1 ഇഞ്ച് നീളത്തിലുള്ള ഗ്രോസ് ഗൺ റിബണാണ്. 1 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റത്തത് ബ്ലൂ എടുത്തിരിക്കുന്ന ഒരു ബ്ലൂ അല്ല, ഒരു സീ ഗ്രീനാണ് കേട്ടോ. ആ ഗ്രീൻ എടുത്തിരിക്കുന്നത് 21ഉം അടുത്തത് 26 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ മെഷർമെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. എപ്പോഴും റിബൺ എടുത്തു കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുന്ന പോർഷൻസ് രണ്ടും നന്നായിട്ട് ഉരുക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ നൂല് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് നമ്മൾ അറിയേണ്ടത് 2 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ എന്ന് പറയുന്ന ഈ ഫോൾഡിങ്ങുകളാണ്. അപ്പോൾ ഫസ്റ്റത്തെ എടുക്കുക, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒരു കോണോട് കോൺ ചേർത്ത്. എന്നിട്ട് ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ഇതുപോലെ, ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല, അത് നോക്കിയേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന ഫോൾഡിങ് ഇല്ലേ, ഈ ഫോൾഡിങ് ആണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ ഫോൾഡ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കില്ല, കാരണം ഇത് ഓരോ പ്ലീറ്റ് പോലെ നമ്മളെടുത്ത് തിരിച്ചെടുത്ത്, ഇത് എപ്പോഴും ബാക്കിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ അറിയാതെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ഫ്രില്ല് പോലെ ഇങ്ങനെ നിൽക്കും, അത് കിട്ടത്തില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളിത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പോ നമ്മുടെ സാധാരണ ക്ലിപ്സ് ഇല്ലേ, അത് വെച്ചിട്ടോ ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. അത് എന്താ പറയുക, ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ഒന്ന് മടക്കിയതിന് ശേഷം, അത് ആ ഒരു ഫോൾഡിങ് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെന്ത് ചെയ്യുക, അതൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്യണം. ഇത് ലാസ്റ്റ് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. രണ്ടാമത്തെ പ്രാവശ്യമ്പോൾ അതങ്ങ് പെട്ടെന്ന് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇതുപോലെ നമ്മൾ ചെയ്ത് നിർത്തിയതിന് ശേഷം ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് ഉരുക്കി നിർത്തണം കേട്ടോ. ഇതുപോലെ ലാസ്റ്റത്തെ വരുന്നത് ഇങ്ങനെ ഒരു ബാലൻസ് ചെറിയൊരു പോർഷൻ വരും, അതിനെ കട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഒന്ന് ലൈറ്റർ കൊണ്ട് ഉരുക്കുക. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരുന്നാൽ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉരുക്കിയതിന് ശേഷം വയ്ക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് നമ്മുടെ ആ ഒരു മടക്കില്ലേ, അതേപോലെ രണ്ട് സൈഡിലും നമ്മൾ ആ ഒരു പോർഷൻ ഉണ്ടാവും, അത് രണ്ടും പുറകിലോട്ട് മടക്കി ഒന്ന് ജസ്റ്റ് ഇനി എന്ത് ചെയ്യണം, അതിനൊന്ന് നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് എടുത്താൽ മതി. നമുക്കത് ഒട്ടിച്ച് ഇതുപോലെ ഒരു പോർഷനും കൂടെ വേണം കേട്ടോ. 2 പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് 2 പിങ്കും അടുത്തെടുക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എല്ലാം 2 വീതമാണ് ആവശ്യമുള്ളത് റിബൺ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത്രയും ഒരുമിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ആ ത്രെഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് അങ്ങ് മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കും അത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഫോൾഡിങ് നമ്മൾ ഹെയർ ബോ ചെയ്യുമ്പോൾ, ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഹെയർ ബോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഫോൾഡിങ്ങിലാണ് കാര്യം. എപ്പോഴും ആ മടക്കുകൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോൾഡിങ്ങുകൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഒരു പോർഷൻ അടുത്ത പോർഷനും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഫ്രില്ല് പോലെ ഇരുന്നില്ലേ, അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിങ്ങനെ എല്ലാം വിടർന്ന് നിൽക്കും. അപ്പോൾ ഓരോന്നിടെ ആ ഗ്യാപ്പിലേക്ക് കുറച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിനൊന്ന് ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല ഓപ്പോസിറ്റ് സൈഡ് നല്ല വിടർന്ന് നിൽക്കും. ഈ ബാക്ക് സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു ഗ്യാപ്പിൽ കുറച്ച് ഗ്ലൂ ഒന്ന്, ഒത്തിരി ഒട്ടിക്കേണ്ട, ഇച്ചിരി ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിടർന്ന് നിൽക്കും. അതിനുശേഷം ഇത് 2 പോർഷനും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ഒട്ടിച്ചാൽ മതി ഗ്ലൂ ഗൺ വെച്ചിട്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് ഇനി അടുത്ത പോർഷനാണ്. അപ്പോൾ ഇത് 21 സെൻറ്റിമീറ്ററിലാണ് ഇതെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് സെൻറ്റർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും സെൻറ്ററിലോട്ട് മടക്കിയതിന് ശേഷം അങ്ങ് ഒത്തിരി ഉരുക്കണ്ട, കാരണം നമുക്കത് അങ്ങനെ ഉരുക്കി ഫോൾഡിങ് ഒന്നും എടുക്കാനല്ല, ജസ്റ്റ് നമുക്ക് ആ സെൻറ്റർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങ് ഒത്തിരി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു മടക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കണ്ടില്ലേ, ആ 2 സെൻറ്ററിൻ്റെയും പോർഷൻ ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഉരുക്കിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി അങ്ങ് ഉരുക്കണ്ട. ഇനി അടുത്ത ഫോൾഡിംഗ് ആണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒരു ചെറിയൊരു ഫോൾഡിങ്ങാണ് നമുക്കിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ഇതുപോലെ അകത്തേക്ക് എടുത്തിട്ട് തിരിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങനെ നിൽക്കും, കണ്ടോ.
എന്നിട്ട് കൈ കൊണ്ട് നമ്മൾ അകത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫോൾഡിങ് പോലെ നല്ല ഇതുപോലെ വരും. ഇതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ 2 പോർഷനും ചെയ്ത് ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്, സിമ്പിളാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് നമുക്ക് എന്താ പറയുക, ഇത്ര ഒരു നമ്മൾ ഇരട്ട സംഖ്യ എടുക്കുന്നതായിരിക്കും നല്ലത്. 4, 6 അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമുക്ക്. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെയാണ്, 2 ഇഞ്ചിൻ്റെ ആണെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റുകളെല്ലാം മാറും കേട്ടോ. അപ്പോൾ എന്നോട് അത് പറയാൻ കാരണം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പറയാറുണ്ട് അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അത് നമ്മുടെ ഇപ്പോൾ 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച് അങ്ങനെയൊക്കെ വരുന്നതിനനുസരിച്ച് ഓരോ മെഷർമെൻറ്റ് അതിൻ്റെ വീതി കൂടുന്നതിനനുസരിച്ച് മാറും അളവുകൾ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും. ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ഘട്ടത്തിൽ ഏകദേശം ആയിക്കഴിഞ്ഞു നമുക്ക്. ഇനി ഇത് രണ്ടും നമുക്ക് അടുത്ത പോർഷനും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഇത് ചെയ്ത ഒരു പോർഷനും കൂടെ ഉണ്ട്, 2 പോർഷനാണ് ആവശ്യം. ഇതുപോലെ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വിടർത്തിയെടുക്കണം നമ്മൾ. ഇനി ജസ്റ്റ് സെൻറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്താൽ 4ആയിട്ട് ഫോൾഡ് ചെയ്യണം. 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഞാൻ 2 അറ്റവും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മടക്കി ഒട്ടിക്കാൻ എളുപ്പമാണ്. അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് സെൻറ്ററൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇരിക്കും. അത് സെൻറ്ററിൽ അറ്റാച്ച്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ നമുക്ക് പ്ലെയിനായിട്ട് ഒരു ഹെയർ ബോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇതിപ്പം നിങ്ങൾ സാറ്റിൻ റിബണിലാണ് ചെയ്യുന്നതെങ്കിൽ സാറ്റിൻ റിബൺ വെച്ച് ചെയ്താലും മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇനി അടുത്ത് ഇത് രണ്ടും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിലേക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത്, ഇനി ഇതിൻ്റെ ഈ സെൻറ്ററിലേക്കാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ഫ്ലവർ പോലെയല്ലേ, ഒരു ബട്ടർഫ്ലൈ പോലെയെന്നും പറയാം, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വെക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ പുറകിലേക്ക് ഞാനൊരു ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ലെങ്ത് കാണിച്ച് അത് കറക്റ്റായിട്ട് ഈ ലെങ്ത് എടുക്കണം. കാരണം ചിലപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം മാറ്റിക്കൊള്ളണം. പുറകിലേക്ക് വെക്കാനാണ്. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത്, ജസ്റ്റ് എപ്പോഴും നമ്മളിത് കട്ട് ചെയ്ത ഉടനെ അതൊക്കെ ഉരുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകി വരും. അതുകൊണ്ടാണ് 2 സൈഡും ഒന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് പുറകിലങ്ങ് വെച്ച് ഇരിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി, എത്രത്തോളം നമ്മളിങ്ങനെ പലതും ചെയ്യുമ്പോൾ ഭംഗി വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെ സെൻറ്ററിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുക. ഒന്ന് പ്രസ് ചെയ്യണം, കാരണം ഇതൊന്ന് കുറച്ച് എന്താ പറയുക, കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ ഹാൻഡ് കൊണ്ട് അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യും, അവിടെ പ്രസ്സായിരിക്കും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒരു ബോയുടെ ഇതിൽ ജസ്റ്റ് ഒന്ന് 2-3 സ്റ്റിച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തെടുക്കുക. ടൈ ചെയ്തിട്ട് ബാക്കിൽ, കാരണം ഇനി ഇത് എല്ലാം കൂടെ ഒരുമിച്ച് സെൻറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുന്ന ആണെങ്കിലും എന്താ പറയുക, നമ്മൾ സെൻറ്ററിൽ ഒരുമിച്ച് വെച്ച് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ നമ്മളിത് സെൻറ്റർ ആദ്യം മറ്റേ പോർഷൻ മാത്രം കവർ ചെയ്തിട്ട് ഇത് ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. 2 ചെയ്താലും എളുപ്പമാണ്. ഒരുമിച്ച് അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഇതുപോലെ ഇനി ഇതിന് എന്താ പറയുക, പുറകിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി ഇതിന് നമ്മുടെ പുറകിലേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇനി സെൻറ്റർ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യണം. നമ്മൾ നേരത്തെ അതിനെ ഫോൾഡ് ചെയ്ത് അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ചെയ്യാണ്. ഇത് ഗ്ലൂ ഗൺ അല്ല എങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ഗ്ലൂ വെച്ചിട്ടും ചെയ്യാൻ കേട്ടോ. ഇതെല്ലാം ഒട്ടി നല്ല നീറ്റായിട്ടിരിക്കും. കുറച്ചൊന്ന് ഡ്രൈ ആവാനുള്ളൊരു സമയം, ഇൻസ്റ്റൻ്റായിട്ട് ഒട്ടുന്നതാണ് നമ്മുടെ B7000, പക്ഷേ ഇച്ചിരി ഒരു സമയം എടുക്കും ഇതിനെക്കാളും കുറച്ചുകൂടെ. അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാതിരിക്കേണ്ട. നമുക്ക് സാധാരണ നമ്മുടെ ഗം വെച്ചിട്ടും ഒട്ടിക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈ ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ 2 മിനിറ്റ് ഇങ്ങനെ കൈ ഒന്ന് അവിടെ പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. നമ്മളിത് ഗ്ലൂ ഗൺ വയ്ക്കുമ്പോൾ 2 മിനിറ്റ് വയ്ക്കും, അതൊരു 2-3 മിനിറ്റ് കൂടെ വെച്ചിരിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ കൈ കൊണ്ട്. എന്നിട്ട് ബാലൻസ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ബാലൻസ് വരുന്ന കട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് അങ്ങ് ഉരുക്കി കൈ കൊണ്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് അവിടെ അങ്ങ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറയില്ലേ, നമ്മൾ സെൻറ്ററൊക്കെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ അതെല്ലാം നല്ല നീറ്റായിട്ടിരിക്കും. അതിനുശേഷം ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തതിന് ശേഷം പുറകിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വീതിക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻറ്റർ പുറത്ത് ആ ഒരു ബ്ലാക്ക് കളർ പുറത്തറിയാൻ പറ്റും കേട്ടോ. അത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഒന്ന്
പ്രസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാവോ, ഉരുക്കി കളയണം അത്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-2 പേര് സംശയം പറഞ്ഞു കേട്ടോ. ദേ ഇതുപോലെയാണ് അതിനെ ഒന്ന് ഉരുക്കി മാറ്റേണ്ടത്. ശ്രദ്ധിക്കണം, നമ്മുടെ ബോയിൽ അതായത് സാറ്റിൻ റിബൺ പോലെയാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് ഉരുകി പോവും. അതിൽ തട്ടാതെ ഈ സൈഡ് മാത്രം ആ ബ്ലാക്ക് ഒന്ന് ഉരുക്കി അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഇനി സെൻറ്ററിലേക്ക് ഞാനൊരു ചെറിയൊരു ബട്ടർഫ്ലൈയുടെ അറ്റാച്ച്മെൻറ്റും കൂടെ പാച്ചസും കൂടെ കൊടുക്കുകയാണ്. നോക്കി പോയല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയില്ലേ. ഇനി ആ ഓരോ പെറ്റൽസിൻ്റെ ഇടയിൽ കണ്ടില്ലേ, ഞാനിപ്പോൾ വിടർത്തിയില്ലേ, അതിൻ്റെ ഇടയിൽ ഓരോ ബീഡ്സ് കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.